സുഹൃത്തുക്കളെ നമസ്കാരം. നാം വിദ്യാഭ്യാസത്തിൻ്റെ അപകോളനീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറയുകയാണെങ്കിലും ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇന്നും ആ കൊളോണിയൽ ശക്തികൾ തന്നെയാണ്. അവരുണ്ടാക്കിയ നിയമങ്ങൾ, അവരുണ്ടാക്കിയ രീതിയിൽ അവർ നമ്മളെ ചൂഷണം ചെയ്യാനായിട്ടാണ് ഈ പാറ്റൻറ്റുകളൊക്കെ തന്നെ. യഥാർത്ഥത്തിൽ ഈ പാറ്റൻറ്റ് എന്നത് എപ്പോൾ അവർക്ക് മേൽക്കൈ വന്നോ മുൻകൈ വന്നോ, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളിൽ അവർക്ക് എപ്പോൾ അവർ മുന്നിലെത്തിയോ അതിന് ശേഷമാണ് അവർ ഈ പാറ്റൻറ്റ് എന്ന പുതിയ തമാശ കണ്ടെത്തിയത്. പുതിയ ഒരു ചൂഷണ രീതി. യഥാർത്ഥത്തിൽ അത് പാറ്റൻ്റ് ആയിക്കോട്ടെ, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ പാറ്റൻ്റ് ആണെങ്കിൽ ഒരു പ്രയാസമില്ല. പക്ഷേ അത് ഇപ്പോൾ ഈ ഒരു റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് മുതൽ വേണം. അതായത് നമ്മൾ ഉദാഹരണമായിട്ട് കടലാസ്, അതായത് ഗൺ പൗഡർ, മാരിനേഴ്സ് കോമ്പാസ്, അല്ലെങ്കിൽ പിന്നെ വടക്ക് നോക്കി യന്ത്രം, സിൽക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പാറ്റൻറ്റ് ചൈനക്ക് കൊടുക്കുക. അതേപോലെ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ മറ്റാർക്കും കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാവാൻ ആകെ ഒന്ന് മാത്രം ചെയ്യും. ഈ പൂജ്യത്തിൻ്റെ പാറ്റൻറ്റ് കിട്ടിയാൽ മതി. 0 ദശാംശ രീതി, അതേപോലെ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബൈനറി രീതി, ഇതിനൊക്കെ കാരണം 0ആണ്. ആ 0 ഉപയോഗിക്കുന്നവർ അതിനുള്ള കാശ് നമുക്ക് തന്നോട്ടെ. ഈ പാറ്റൻറ്റ് വളരെ നല്ലതായിക്കോട്ടെ, വിരോധമില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ഈ പാറ്റൻറ്റ് തരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ 0ന് പാറ്റൻറ്റ് തരികയാണെങ്കിൽ അത് മാത്രം മതി ലോകത്ത് ഏറ്റവും വലിയ സമ്പന്ന വിഭാഗമായ ഇന്ത്യക്കാർക്ക് സമ്പന്ന വിഭാഗമാണ്. അത്രത്തോളം ഉപകാരമുള്ള ഒരു സാധനമാണത്. ഞാൻ എപ്പോഴും പറയാറുള്ള, ഐൻസ്റ്റൈൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വി ഓ എ ലോട്ട് ടു ഇന്ത്യൻസ് ഹൂ ടോട്ട് us how to count, without which no worthwhile scientific discoveries would have been done. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പാറ്റൻ്റ് ആവാം, വിരോധമില്ല. കുറച്ച് മുമ്പുള്ള ഇപ്പോൾ ഇത് മാത്രമാകരുത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അടുത്ത കാലത്ത് അവർ നമ്മളിവിടെ ഉണ്ടായിരുന്ന, അന്ന് വരെ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയി. അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഉള്ള ആ അഫ്ലുവൻസ് കൊണ്ട് ആണ് അവർക്ക് അവരുടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം ആരുടെയും പിന്നിൽ നിൽക്കേണ്ടതില്ല. കാരണം നമ്മൾക്ക് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ആരാ നടത്തുന്നത്? ഈ സാധനമാണ്. എന്ത്? മനുഷ്യ മസ്തിഷ്കം. അത് ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത്? ഇന്ത്യക്കാർക്കാണ്. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഒരു വിദ്യാഭ്യാസ രീതി, അതായത് പൗരൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ യഥാർത്ഥത്തിൽ ഒരു ഉടമയാണ് പൗരൻ. ആര് എങ്ങനെ എപ്പോൾ ഭരിക്കണം, എന്തൊക്കെ ആയിരിക്കണം അയാളുടെ അജണ്ടകൾ, അല്ലെങ്കിൽ മാനിഫെസ്റ്റോ എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടവനാണ് ആരെ? പൗരൻ. ആ പൗരനും നേരെ മറിച്ച് നമ്മളെ പ്രജക്കും. പ്രജ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രജ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. പ്രജ എന്ന് പറഞ്ഞത് യജമാനോടുള്ള ഭക്തി, യജമാനോടുള്ള പെരുമാറ്റം, യജമാനെ സേവിക്കുന്നതിൽ വലിയ കാര്യം കണ്ടെത്തുന്ന ആളാണ് പ്രജ. അത് യജമാനൻ്റെ എല്ലാത്തിനോടും ഭയഭക്തി, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ ഭാഷ, അയാളുടെ സംസ്കാരം, അതിനോടൊക്കെ ഭക്തി ഉണ്ടാകുന്നവർ. ആ
ആ ആ ആവശ്യത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇവിടെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നത്. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടാണ് നമ്മളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഇന്നും നമ്മൾ അടിമകളായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തേക്ക് പറഞ്ഞയക്കുന്നത്. ഈ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നത് ഒരിക്കലും സർഗാത്മകമായ രീതിയിൽ പ്രവർത്തിക്കാൻ അതിന് കഴിവുകൾ വളരെ കുറവാണ്. കാരണം നമ്മുടെ ഭാഷയുടെ 5 അയലത്ത് പോലും അതിന് കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരിക്കാം അവരുടെ മാതൃഭാഷ അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അമ്മിഞ്ഞ പാലിനോടൊപ്പം തന്നെ വളർന്നു വരുന്ന വികസിച്ച് വരുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷെങ്കിൽ അതാവാം. പക്ഷേ നമ്മളെ യഥാർത്ഥത്തിൽ അത് നമുക്ക് സാധ്യമാണോ? നമ്മൾക്ക് പ്രസവം ഇംഗ്ലണ്ടിലാക്കിയതുകൊണ്ട് നടക്കുമോ? നമ്മളെ അമ്മമാർ കൊടുക്കുന്ന മുലപ്പാൽ, ആ മുലപ്പാലിനോടൊപ്പം നമ്മളെ മലയാളേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ മലയാളത്തിലായിരിക്കണം ആ കുഞ്ഞിന് ഏറ്റവും ശക്തമായ മാനസിക അടിത്തറ ഉണ്ടാവുക. ഈ മാനസിക അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉന്നതിയിലെത്തുള്ളൂ. അതായത് സർഗാത്മകമായ ക്രിയേറ്റീവായ പുതിയ ആ കുഞ്ഞിൻ്റെതായ വല്ല സംഭാവനകളും കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ വല്ലതും ഉണ്ടാവണമെങ്കിൽ അവൻ്റെ യഥാർത്ഥ ഭാഷയിൽ തന്നെ, അവൻ വളർന്ന ഭാഷയിൽ അടിസ്ഥാനപരമായിട്ടെങ്കിലും കിട്ടും. തുടക്കത്തെങ്കിലും അങ്ങനെ കിട്ടണം. അതല്ലാതെ കാണാതെ പഠിച്ചുകൊണ്ടൊന്നും ഈ സാധനം കിട്ടില്ല. അപ്പോൾ ഈ പ്രജാവിദ്യാഭ്യാസം എന്നത് യഥാർത്ഥത്തിൽ നമ്മളെ അടിമകളാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസമാണ്. അതിൻ്റെ അടി മുതൽ മുടി വരെ, അതിൻ്റെ ഓരോ ചുമരുകളും, അതിൻ്റെ ഓരോ ഏടും, അതിൻ്റെ അഡ്മിഷൻ രജിസ്റ്റർ മുതൽ പ്രോഗ്രസ് റിപ്പോർട്ട് മുതൽ സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രജാബോധം ഉണ്ടാക്കാനും അടിമബോധം ഉണ്ടാക്കാനും തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറുക എന്നുള്ളത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞതിലൊക്കെ ഞാൻ പറഞ്ഞു, എന്തൊക്കെ വേണ്ടാത്ത അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ സർഗാത്മകമായി കുഞ്ഞിന് ചിന്തിക്കാൻ കഴിയുക, കുഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ പഴയ സാധനം അതേപടി ചെയ്യേണ്ടതില്ല. പഴയ സാധനം അതേപടി അതിൻ്റെ ഫങ്ഷൻ നടന്നു കഴിഞ്ഞു, അത് നമ്മളെ അടിമകളാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോഴും, ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ മസ്തിഷ്കമുള്ള രാജ്യമാണ് നമ്മൾ. 145 കോടി. നേരെ മറിച്ച് ചൈനക്ക് പോലും നമ്മളടുത്ത് ഇല്ല. ശരിക്കും ഈ മനുഷ്യ മസ്തിഷ്കമാണല്ലോ എന്തൊക്കെ പറയുകയാണെങ്കിലും എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായത്, അടിസ്ഥാനം. അതിൻ്റെ നമ്മളെ കോൺട്രിബ്യൂഷൻ എന്തുകൊണ്ടാണ് വരാതിരിക്കാനുള്ള കാരണം അതാണ്. നമ്മളെ കുഞ്ഞുങ്ങളെ ഇപ്പോഴും സ്വന്തം വിഹായത്തിൽ, സ്വന്തം ഒരു പ്രയാസമില്ലാതെ, അല്ലെങ്കിൽ മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളില്ലെങ്കിൽ അതിന് സ്വയം പറക്കാനും സ്വപ്നം കാണാനും ഉള്ള കഴിവുകൾ നമ്മൾ നിഷേധിച്ചിരിക്കുന്നു. എങ്ങനെ? ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസ് റൂമിലിരുത്തി ജയിൽ പോലുള്ള ഒരു ക്ലാസ് റൂമിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടരുത്, അല്ലെങ്കിൽ ചിരിക്കരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തികച്ചും ഒരു ജയിലിലുള്ള പോലെ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ തുറന്നു വിടൂ, അവൻ്റെ ഇഷ്ടത്തിന് നടക്കട്ടെ, അതിൻ്റെ കൂടെ ഇത് പഠിക്കണം എന്നുള്ളത് പറയാമെന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്, ഈ ഗണിത പഠനത്തെക്കുറിച്ചിട്ട് പറയുന്നതായിരിക്കും എനിക്ക് കൂടുതൽ എളുപ്പം. കാരണം ഞാനൊരു കണക്ക് മാഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണക്കിൻ്റെ ഒക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കണക്ക് നമ്മളെ
ശാസ്ത്രങ്ങളുടെ മാതാവാണെന്ന് പറയും. അത് എന്തോ പറഞ്ഞോട്ടെ, മാതാവോ പിതാവോ എന്തോ ആയിക്കോട്ടെ, അതല്ല. ശാസ്ത്രം എന്നത്, ഈ കണക്ക് എന്നത്, ഗണിതം എന്നത് മൂർത്തമായ വസ്തുക്കളൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. അതായത് മൂർത്തമായ വസ്തുക്കളുടെ അമൂർത്തമായ ഗുണങ്ങൾ, അതിൻ്റെ വലിപ്പം, അതിൻ്റെ നിറം, അതിൻ്റെ മണം, അതിൻ്റെ എണ്ണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അളവുകളാണ് പലപ്പോഴും ഈ ഗണിതത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്കൊന്നും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പരമാവധി ബാഹ്യമായ സമ്മർദ്ദങ്ങളല്ല വേണ്ടത്. ബാഹ്യ സമ്മർദ്ദം കൊണ്ട് കാണാതെ ചെയ്തു എന്ന് വന്നേക്കും, കാണാതെ പഠിച്ചു എന്ന് വന്നേക്കും. പക്ഷേ അത് കൊണ്ട് പിന്നെ അവനുണ്ടാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ ആന്തരിക ചോദനയാൽ ഈ കാര്യങ്ങൾ സ്വയം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൽ അവൻ രാജാവാകുകയും അതിനെ കീഴടക്കുകയും അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം പ്രചോദനമാവുകയും അതേപോലെ തന്നെ അത് ചെയ്യാനുള്ള തയ്യാറും ഉണ്ടാകുന്നത്. അങ്ങനെ അത്ര മനോഹരമായ, അത്ര ഉപകാരപ്രദമായ ഒരു വിഷയമാണ് കണക്ക്. ആ കണക്കിനെയാണ് യഥാർത്ഥത്തിൽ ഒന്നിനും പറ്റാതെ എന്തോ ഭയപ്പെടുത്തുന്ന രീതിയിൽ ആ കുട്ടികളൊക്കെ ബുദ്ധിയില്ലാത്തവരാണെന്ന് പറയാനുള്ള ഒരു ബ്രാൻഡ് സാധനമായിട്ട് ഈ ഗണിത അധ്യാപകരൊക്കെ വരുത്തി വച്ചിരിക്കുന്നവർ. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഈ സാമാന്യ ആപേക്ഷികത അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 8ഉം 5ഉം 13 നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ ചെറിയൊരു കുട്ടി, ഒരു ടോഡ്ലർ, അവനോട് ചോദിച്ചപ്പോൾ അവനത് എന്തായാലും 10 എന്ന് പറഞ്ഞു കഴിച്ചു. നമ്മൾ സാധാരണ കണക്ക് മാഷ എന്താ ചെയ്യുക? തെറ്റ്, നിനക്ക് കണക്കറിയില്ല, നീ കണക്ക് പഠിക്കാൻ പറ്റില്ല, നിനക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് അവനെ ആകെ ആക്ഷേപിക്കുക. യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? സാമാന്യ ആപേക്ഷികതയോടുകൂടി ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എടാ, നീ ആൾ ഭയങ്കര മിടുക്കനാണല്ലോ, നിനക്കത് 8 എന്നറിയാലോ. അതാണ് ഇപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ കഴിവ് അതായിരുന്നു. അതായത് ഈ 8ഉം 5ഉം കൂടിയാൽ 8ൽ കൂടുതലാണെന്നെങ്കിലും അവനറിയാലോ. അപ്പോൾ അവൻ 10 എന്നാണ് പറഞ്ഞെങ്കിൽ പോലും, എടാ നീ ആൾ ഭയങ്കരമാണ് കേട്ടോ, 8 എന്ന് നിനക്കറിയാം, നീ ഒന്നും കൂടി നോക്കാം. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തെറ്റ്, എനിക്ക് കണക്കറിയില്ല, നീ കണക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞാലോ അതിന് പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഓരോ കുഞ്ഞും ആ കുഞ്ഞ് സ്വയം എത്തണം. അല്ലാതെ മറ്റാൾ മാഷ് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല എത്തേണ്ടത്. 8ഉം 5ഉം 13 അവന് സ്വയം ബോധ്യപ്പെടുന്ന എന്തൊക്കെ പ്രവൃത്തിയുണ്ടോ അത് കാണിച്ചു കൊടുക്കുകയല്ലാതെ 8ഉം 5ഉം 13 8ഉം 5ഉം 13 എന്ന് പഠിപ്പിക്കുകയല്ല വേണ്ടത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നതാണ് ഈ പ്രജാവിദ്യാഭ്യാസത്തിൽ അത് മതി. നേരെ മറിച്ച് പൗരവിദ്യാഭ്യാസത്തിൽ ഈ പൗരനും പൗരൻ്റെതായ അവകാശങ്ങളുണ്ട്. ആ രീതിയിലാവണം എന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഗണിതം പഠിപ്പിക്കുന്ന രീതി, നിങ്ങൾ ഗണിതം പഠിപ്പിക്കുന്ന രീതിയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചൈനക്കാരത് എത്രയോ മുമ്പ് തന്നെ അവർ ഒരു കണ്ടെത്തൽ രീതി എന്നാണ് അതിന് പറയുന്നത്, ഡിസ്കവറി മെത്തേഡ് രീതിയിലാണ് കണക്ക് പഠിപ്പിക്കുന്നത്. അതായത് അവിടെ കണക്ക് പഠിപ്പിക്കുന്നില്ല, കണക്ക് പഠിപ്പിക്കുന്നേ ഇല്ല. പിന്നെ എന്തായാലുള്ളത്, കണക്ക് സ്വയം പഠിക്കാൻ, സ്വയം കണ്ടെത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ, ആവശ്യമായ സംവിധാനങ്ങൾ, ആവശ്യമായ അവസ്ഥ അവർ ക്ലാസ് റൂമുകളിൽ ഒരുക്കി കൊടുക്കുന്നു. അതാണ് അധ്യാപകൻ ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയണം ശരാശരി അല്ലെങ്കിൽ ആവറേജ്. ഈ ആവറേജ് പഠിപ്പിക്കണം വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അവരെ ഇടയിൽ തന്നെ വേണമെങ്കിൽ അവരുടെ ഇൻകം എടുക്കാം, അല്ലെങ്കിൽ നീളമെടുക്കാം, തൂക്കമെടുക്കാം,
വയസ്സെടുക്കാം, വയസ്സെന്ന് പറഞ്ഞാൽ പിന്നെ കണക്കിന് വയസ്സെടുക്കാം. അങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് പൊതുവായ എല്ലാവർക്കും കൂടിയും ബാധകമാകുന്ന, ആ ഗ്രൂപ്പിനും ഒന്നായിട്ട് ബാധകമാകുന്ന ഒരു സ്കോറ് നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലും അത് പറഞ്ഞു. അതാണ് ടാസ്ക്. ഈ ടാസ്കിന് അവരുടെ സ്ഥിതിയിൽ ഞാൻ മനസ്സിലാക്കണോർത്ത്, എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ അവിടെ പോയിട്ടൊന്നുമില്ല, ഏകദേശം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പറയണത്, ആ കുട്ടികളെ ഒരു നല്ല പിയർ ഗ്രൂപ്പ്, അത് അന്യോന്യം ഇൻട്രാക്ഷൻ നടത്തുന്ന ചെറിയ ഗ്രൂപ്പുകളാക്കി, അത് 7 മുതൽ 7 8 മാക്സിമം അങ്ങനെയുള്ള ഗ്രൂപ്പുകളാക്കി അവരോട് സ്വയം കണ്ടെത്താൻ പറയുന്നു. അപ്പോൾ കുട്ടികൾ പല രീതിയിലാണ് കണ്ടെത്തുന്നു. അപ്പോൾ ചില കുട്ടികൾ, ഇപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ശരാശരി എന്ന് പറഞ്ഞാൽ 2-3 തരത്തിൽ കണ്ടെത്താം, ഇനിയും വേറെ കണ്ടെത്താമായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് സാധാരണ നമ്മളെ ശരാശരി എങ്ങനെ, ആകെയുള്ള സ്കോറുകളെ കൂട്ടി വെക്കുക, ആ കൂട്ടിയിട്ട് ആകെയുള്ള എണ്ണം കൊണ്ട് ഹരിക്കുക, അതാണ് ഒന്ന്. അത് സാധാരണ ശരാശരി, ആവറേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ കണ്ടെത്തി. അതേപോലെ തന്നെ മറ്റു ചിലർ കണ്ടെത്തി, കുറച്ചും കൂടി വിളവന്മാർ കണ്ടെത്തി. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒരു അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതിയിട്ട് നടുവിലുള്ള ആളതെടുത്തു. അതും ഒരു വലിയ പരിധിവരെ ശരാശരി തന്നെയാണ്, മീഡിയൻ എന്ന് പറയുന്നത്. പിന്നെ മോഡും ഉണ്ട്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ശരാശരി 3 തരത്തിൽ സാധാരണ നിലക്ക് പറയാണ്, ആവറേജ്, മീൻ, മീഡിയം, മോഡ്, ഇങ്ങനെ 3 തരമുണ്ട്. 3ാമത്തെ തരത്തിലുള്ള പിന്നെ ഏറ്റവും കൂടുതൽ ഒരേ സ്കോറുള്ള ആൾക്കാരുടെ എണ്ണം, ആൾക്കാർ ഏതാണെന്ന് നോക്കി അതാണ് ഒരാൾ. ഒരു ക്ലാസ്സിൽ ആകെ 5 ഗ്രൂപ്പായിട്ട് തിരിച്ചു, 7 35 കുട്ടികളുണ്ട് വെച്ചു. 5 കുട്ടികൾ, ഈ 5 ഗ്രൂപ്പുകളേക്ക് ഇത് കൊടുത്തിട്ട് അവർക്ക് ഒരു മണിക്കൂറോ അരമണിക്കൂറോ സമയം കൊടുത്ത് അവരോട് സ്വയം കണ്ടെത്താൻ പറഞ്ഞു. അവർ കണ്ടെത്തിയിട്ട് കൊണ്ടുവന്നിട്ട് അവർ പ്രസൻറ്റ് ചെയ്തു. ഇന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പൊതു സ്കോറ് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മറ്റുള്ള കുട്ടികൾ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. അതങ്ങനെ ഇതിങ്ങനെയാണെങ്കിൽ അങ്ങനെ ശരിയാവുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അവർ ഈ പ്രസൻറ്റ് ചെയ്യുന്ന കുട്ടികൾ കൊടുക്കണം, ആ ഗ്രൂപ്പ് കൊടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മറ്റുള്ളവരും ഈ 5 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 5 ഗ്രൂപ്പും ഇതേ പ്രക്രിയ തുടരുന്നു. അങ്ങനെ അവസാനം പിന്നെ അപ്പോൾ അതിൽ ഏകദേശം ഈ 3 കാര്യങ്ങളും വന്നിട്ടില്ലെങ്കിൽ തന്നെ ഒരു വിരോധമല്ല. അങ്ങനെ അധ്യാപകൻ്റെ ജോലി കുറയുന്നു എന്ന് പറഞ്ഞു. ഇനി വല്ലതും അധ്യാപകനും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഉത്തരമൊക്കെ പറയാം, അധ്യാപകനെ അവരെ സഹായിക്കാം. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ പഠന പ്രക്രിയയിലെ ഒരു സജീവമായ ഭാഗമായിട്ട് അധ്യാപകന് ഇരിക്കുക എന്നുള്ളതല്ലാതെ അധ്യാപകൻ നേരിട്ട് പഠിപ്പിക്കുക, അധ്യാപകന് വലിയ വിജ്ഞാനമുണ്ട് അതിങ്ങനെ പകർന്നു കൊടുക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ. ഇങ്ങനെയാണെങ്കിൽ എന്താണ് സ്ഥിതി ഉണ്ടാവുക? ആ കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ആവറേജ് എന്നും ഈ ആവറേജ് കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്നും അത് സ്വയം കണ്ടെത്താൻ എങ്ങനെയാണ് അവർ കണ്ടെത്തിയതെന്നും അതിനെന്തൊക്കെ അപാധകൾ ഉണ്ടായിരുന്നെന്നും മറ്റു പലരും കണ്ടെത്തിയതും വേറെ രീതിയിലായിരുന്നെന്നും അതൊക്കെ തന്നെ അങ്ങനെ സ്വയം കണ്ടെത്താൻ നമ്മളെ ഗ്രൂപ്പിന് കഴിയും എന്ന ആത്മവിശ്വാസം, ഈ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഈ വിദ്യാഭ്യാസം, നമ്മുടെ പ്രജാവിദ്യാഭ്യാസം കൊണ്ട് അങ്ങനത്തെ ഒരു ആത്മവിശ്വാസം ആലോചിക്കാനേ പറ്റില്ല. അവൻ കാണാതെ കുറേ കാര്യങ്ങൾ പഠിച്ച് അത് ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഛർദ്ദിച്ച് അവൻ എന്നിട്ട് വലിയ മാർക്കും വാങ്ങി പിന്നെ അങ്ങനെ ഈ എൻജിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ സീറ്റ് വാങ്ങുക എന്നുള്ളതല്ലാതെ അവനെ കൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സർഗാത്മകമായ അല്ലെങ്കിൽ ലാറ്ററൽ തിങ്കിങ് ഉള്ള, ഡൈവർജൻറ്റ് തിങ്കിങ് ഉള്ള, ഡിഫറൻറ്റ് തിങ്കിങ് ഉള്ള അങ്ങനെയുള്ള അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഈ മസ്തിഷ്കം കൊണ്ട് ഏറ്റവും ഉദാത്തമായ ഏറ്റവും മഹത്തരമായ ജോലി എന്ന് പറയുന്നത് സ്വയം കണ്ടെത്തലാണ്. ആ കണ്ടെത്തലിനാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഒന്നിച്ചിരിക്കുന്നാൽ എത്ര കണ്ട് സിനർജി ഉണ്ടോ അത്ര കണ്ട് കൂടുതലാണ് നന്നായിരിക്കും. അങ്ങനെ
145 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ഈ വിജ്ഞാന സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന പദവി കിട്ടാൻ ഒരു പ്രയാസമില്ല. എന്ത്, നമ്മളെ ക്ലാസ് റൂമുകൾ നന്നായാൽ മതി. അങ്ങനെ നന്നാവുമ്പോൾ യാതൊരു സംശയമില്ല, നമുക്ക് ലോകത്തെ എല്ലാ വിജ്ഞാനവും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പിടിച്ചു നിൽക്കാനും മുന്നേറാനും ഇനി പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഇത് ഒരു 10-50 കൊല്ലമായിട്ട്, അതായത് സാംസ്കാരിക വിപ്ലവം കഴിഞ്ഞ ഉടനെ ചൈനക്കുണ്ടായ വലിയ നേട്ടം എന്തായിരുന്നു വെച്ചാൽ, അവരുടെ ഈ വിദ്യാഭ്യാസ രീതി പുതുതായി തുടങ്ങുക ചെയ്ത്. അതിന് മുമ്പ് സാംസ്കാരിക വിപ്ലവത്തോടു കൂടി അവർ അന്ന് വരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി എല്ലാ ആൾക്കാരും തച്ച് നാട്ടുമ്പുറങ്ങളിലേക്ക് പറഞ്ഞയച്ച് നാട്ടുമ്പുറങ്ങളിലും നാട്ടുകാരും പഠിപ്പിക്കുക. അല്ലാതെ ഇങ്ങനെ വലിയ യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും ട്രാഡീഷണലായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ മുഴുവൻ അടച്ച് അവരൊക്കെ അതിൻ്റെ വലിയ വിജ്ഞാനത്തിൻ്റെ ചക്രവർത്തിമാരായിരുന്നവരൊക്കെ നാട്ടുപുറങ്ങളിലേക്ക് നാട്ടുകാരുടെ ജീവിതത്തിനോടൊപ്പം അത് പഠിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ വിടുകയാണ് ചെയ്തത് സാംസ്കാരിക വിപ്ലവം. ആ സാംസ്കാരിക വിപ്ലവത്തിന് ശേഷം പിന്നീടാണ് ഡെൻ പിയാവോവിൻ്റെ കാലത്ത് നമ്മൾ വിദ്യാഭ്യാസത്തിന് പുതിയ മാനങ്ങൾ വേണം എന്ന് വിചാരിച്ചിട്ട് അവർ പുതിയ രീതി തുടങ്ങുന്നത്. അതായത് നിങ്ങളപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രീതിയിൽ അധ്യാപകനും വിദ്യാർത്ഥിക്കും പരമാവധി സ്വാതന്ത്ര്യം അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടാവാനുള്ള അവസ്ഥ ഉള്ളതിന് ശേഷം അവർക്ക് രൂപകൽപ്പന ചെയ്യാൻ പറ്റിയതാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അങ്ങനെയാണോ അല്ലെ പഴയതുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും അവരായിരിക്കും ആദ്യമായിട്ട് ഈ കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം ഈ കൊളോണിയലിസത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്തതിന് ശേഷം ഡെമോക്രാറ്റിക് വിപ്ലവം നടന്നതിന് ശേഷം ആ വിദ്യാഭ്യാസ രീതി പുതുതായിട്ട് രൂപകൽപ്പന ചെയ്തവർ. നമ്മളൊക്കെ പഴയത് തുടരുക ചെയ്തത്. നമ്മളൊക്കെ പണ്ടത്തെ വിദ്യാഭ്യാസ രീതിയാണ്. അപ്പോഴേക്കും നമ്മളൊക്കെ ഒരു 100 ചില്ലാനം കൊല്ലമായിട്ടുണ്ടാവും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അന്ന് അതോടുകൂടി നമ്മളെ മസ്തിഷ്ക പ്രാക്ഷാളനം നടത്തപ്പെട്ടതിനാൽ നമ്മളൊക്കെ വിചാരം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മൾക്ക് തുടരേണ്ടത്. നേരെ മറിച്ച് അവിടെ അങ്ങനെയല്ല. അവിടെ വിദ്യാഭ്യാസം അവരുടെ ഭാഷയിലാണ്, ചൈനീസ് ഭാഷയിലാണ്. അത് ചൈനീസ് ഭാഷയിൽ ചെറിയ കുട്ടിയുടെ ഈ കിൻഡർ ഗാർഡൻ മുതൽ PhD തലം വരെ അവർക്ക് അവരുടെ ഭാഷയിൽ തന്നെ വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും മുന്നിലെത്താനുണ്ടായ കാരണം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, അവർ സാമ്പത്തികമായിട്ട് വളരെ പെട്ടെന്ന് ലോകത്ത് ഇന്നേ വരെ മനുഷ്യ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ അവർ വളർന്നു എന്നുള്ളതും ഉയർന്നു എന്നുള്ളതും നമുക്കറിയായിരിക്കാം. അപ്പോൾ ഏകദേശം നമ്മളെപ്പോലെ തന്നെ GDP ഉണ്ടായിരുന്ന, അതായത് 2-3% മാത്രം GDP ഉണ്ടായിരുന്നവർ വെറും 40 കൊല്ലം കൊണ്ട്, അതായത് 78-79 കാലത്തൊക്കെ നമ്മളും അവരും തുല്യമായിരുന്നു. അതിപ്പോൾ ഇന്ന് ഒരു 20ൻ്റെ അടുത്തെത്തിയിരിക്കും. നേരെ മറിച്ച് നമ്മളിപ്പോഴും 2-3ൻ്റെ അടുത്താണ് നമുക്ക്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടായ പ്രധാന കാരണം അവരുടെ കുഞ്ഞുങ്ങളെ ആത്മവിശ്വാസം ഉണ്ടാക്കാനായിട്ട്, അതായത് എന്തും ഞങ്ങളെ മുമ്പിൽ ഉള്ള പ്രശ്നങ്ങളെ നേരിടാൻ എനിക്ക് കഴിയും എന്നുള്ള
ആശ്രിതൻ അങ്ങനെയല്ല കേട്ടോ, പ്രജക്ക് അങ്ങനെയല്ല, അടിമക്ക് അങ്ങനെയല്ല, അങ്ങനെയൊന്നും വേണ്ടതില്ല. നേരെ മറിച്ച് ഒരു ഉടമയായ, അതായത് ഒരു ഡെമോക്രാറ്റിക് സിറ്റിസൺ അല്ലെങ്കിൽ പരമാധികാര സ്വതന്ത്ര രാജ്യത്തിലെ ഉടമയായ പൗരൻ്റെ വിദ്യാഭ്യാസം, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, പരമാധികാര സ്വതന്ത്ര രാഷ്ട്രത്തിലെ പൗരൻ, അവനാണ് ആ രാഷ്ട്രത്തിൻ്റെ ഉടമ. അവിടെ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, എപ്പോൾ ഭരിക്കണം, എന്തായിരിക്കണം അയാളുടെ അജണ്ടകൾ, എന്തായിരിക്കണം അയാളുടെ മാനിഫെസ്റ്റോ എന്നതൊക്കെ തീരുമാനിക്കാൻ കഴിവുള്ള, തീരുമാനിക്കേണ്ട സിറ്റിസൺ അല്ലെങ്കിൽ പൗരൻ. ആ പൗരനും അതേപോലെ തന്നെ ഒരു പ്രജയ്ക്കും ഒരേ വിദ്യാഭ്യാസം എന്നത് വലിയ നല്ല ഗുണമാണ്. അല്ലെങ്കിൽ അതാ എല്ലാവർക്കും ഒരേ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിദഗ്ധരെ എൻ്റെ അഭിപ്രായത്തിൽ തൂക്കിക്കൊല്ലണം. കാരണം അവരൊക്കെ തന്നെ ഈ കോളനികളുടെ ഏജൻറ്റുമാരാണ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഡീകോളനൈസ് ചെയ്യണം. ഡീകോളനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാലോ, അതിൽ അധ്യാപകനെയും വിദ്യാർത്ഥിയെയും, അവരാണല്ലോ രണ്ടുപേരും അത്യാവശ്യമുള്ളത്, അവരെ രണ്ടുപേരെയും പരമാവധി ലിബറേറ്റ് ചെയ്യണം, സ്വതന്ത്രരാക്കണം. മേലിൽ നിന്നുള്ള ഒരു ഭീഷണിയും ഇതൊന്നുമല്ല വേണ്ടത്. അതിനനുസരിച്ച രീതിയിലുള്ള സമ്മാനങ്ങളും റിവാർഡുകളും കൂലിയും അവർക്ക് കൊടുക്കണം. അപ്പോഴാണ് യഥാർത്ഥ ഒരു കുഞ്ഞ് പഠിച്ചാൽ അതുകൊണ്ടുള്ള ഉപകാരം ഈ അധ്യാപകനും സമൂഹത്തിനും ഒന്നായിട്ടുണ്ടാവും. എന്തൊരു പുതിയ കണ്ടെത്തൽ ഒരു കുഞ്ഞ് നടത്തിയാലും അത് സമൂഹത്തിന് ഒന്നായിട്ട്, ലോകത്തിനൊന്നായിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ ഒരു അധ്യാപകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയുള്ള ഒരു അധ്യാപകനെ നമ്മൾ വെറും കൂലി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടോ നിർത്തേണ്ടതുണ്ടോ? അതിനുള്ള ഉപകാരം അയാൾക്ക് കിട്ടുന്ന അയാൾക്ക് തോന്നണം. അതിനുള്ള ബഹുമാനവും അതിനുള്ള സ്റ്റാറ്റസും ഒക്കെ അയാൾക്ക് കിട്ടുന്നൊന്നേ അയാൾ അതിനു വേണ്ടി ഉറക്കമൊഴിച്ച്, അല്ലെങ്കിൽ അയാൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിയിരിക്കുമ്പോഴും ഒക്കെ എങ്ങനെ എൻ്റെ കുട്ടിക്ക് ഇന്നത് പഠിപ്പിക്കാം എന്ന രീതിയിൽ അയാളുടെ മനസ്സും അയാളുടെ ജീവിതവും ഒന്നായിട്ട് അതിനായിട്ട് ഒഴിഞ്ഞു വെച്ചോളും. അങ്ങനെ ഓരോ കുഞ്ഞിൻ്റെയും ഇപ്പോൾ 7 മാഷോ അല്ലെങ്കിൽ DOയോ DDയോ DPIയോ ഇവരൊന്നും കണ്ട് ഒരു കാര്യമല്ല. അവർ ഇയാളെ ഭീഷണിപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അയാളെ ജോലി ചെയ്യണമെങ്കിൽ അയാളെ ശിക്ഷിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളാണ് വേണ്ടത്. അത് പരമാവധി ഓരോ കുഞ്ഞിനെയും പരമാവധി അവൻ്റെ ഇന്നേറ്റായിട്ടുള്ള അന്തർലീനമായ ശേഷികൾ പരമാവധി വികസിപ്പിക്കുക. അത് ചിലർക്ക് ഗണിതത്തിലായിരിക്കാം, ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനായിരിക്കാം, ചിലർക്ക് കായികമായ കാര്യങ്ങൾക്കായിരിക്കാം, ചിലർക്ക് മെക്കാനിക്കലായിട്ടുള്ള കാര്യം, എന്താണെങ്കിലും ആ കാര്യത്തിൽ ഉന്നതങ്ങളിലെത്താനും അനന്ത സാധ്യതകളിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറന്നുയരാനും കഴിവുള്ള അവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ശരിക്കും പൗരവിദ്യാഭ്യാസം കൊണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫ് ദ സിറ്റിസൺസ് ഓഫ് എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആവശ്യം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അർത്ഥം. അപ്പോൾ അത് ഈ ഗണിതത്തിന് മാത്രമല്ല, ഗണിതത്തിനേക്കാളും എളുപ്പമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. എളുപ്പം മാത്രമല്ല, ശാസ്ത്രീയമാണ് എൻ്റെ അഭിപ്രായത്തിൽ ചരിത്രം എന്നത് യഥാർത്ഥത്തിൽ ഓരോ ഉപകരണങ്ങളും, ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ സമൂഹത്തിലുള്ള അരുണരണങ്ങൾ, ആ സമൂഹത്തിലുള്ള കാലാവസ്ഥ, ആ സമൂഹത്തിലെ എണ്ണം, അവിടെ പെയ്യുന്ന സൂര്യപ്രകാശം, അവിടെ പെയ്യുന്ന ലഭ്യമായ ജലം, ഇങ്ങനെയുള്ള അനേകം ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതൊക്കെ പഠിക്കാനും അതുവഴി അതിനെ മനസ്സിലാക്കാനും ഏറ്റവും പറ്റിയ സാധനമാണ്
ഈ ചരിത്രം എന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഈ പൗരവിദ്യാഭ്യാസം, അതായത് എഡ്യൂക്കേഷൻ ഫോർ ദ സിറ്റിസൺ ഓഫ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അതിൻ്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഓരോ പൗരനും. നമ്മൾ പിന്നെ സ്വാതന്ത്ര്യം കിട്ടി ഒരു ഡെമോക്രസി ആണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, വെറുതെ അംഗീകരിക്കല്ല, അല്ലെ പേരിന് വേണ്ടി അംഗീകരിക്കല്ല, യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഗൗരവമുള്ള, അത്രത്തോളം ശക്തിയുള്ള ഒരു സാധനമാണ് നമ്മളെ ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ. അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് നമ്മളെ സമൂഹം കൂടുതൽ ഉന്നതിയിലേക്ക്, വികസനത്തിലേക്ക് കുതിക്കും. എന്തു വേണം അതിന്? ഓരോ നിമിഷവും, കുഞ്ഞിൻ്റെ ഓരോ നിമിഷവും നമ്മൾ പ്രയോജനപ്പെടുത്തണം. അവന് ഈ വിദ്യാഭ്യാസ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമായിരിക്കണം. എന്തിൻ്റെ? ബുദ്ധിയുടെ, അതിൻ്റെ പ്രയോഗങ്ങളുടെ, അതിൻ്റെ പരിശീലനങ്ങളുടെ, അതിൻ്റെ എക്സ്പ്ലോറേഷൻ്റെ, അതിൻ്റെയൊക്കെ സമ്പന്നമായ അതിമനോഹരമായ ഒരു ആഘോഷമായിരിക്കണം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട, ഇന്ത്യ രാജ്യം എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും വികസന തൃഷ്ണയുള്ള, വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാവും എന്നതിന് യാതൊരു സംശയമില്ല. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ, വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥത്തിൽ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മസ്തിഷ്കമാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്കാണ്. അത് ഒരു പരിധി വരെ ഈ യൂറോപ്യന്മാർക്കോ അവർക്കൊന്നും നമ്മളെപ്പോലെ ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗണിതത്തിൽ പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥത്തിൽ എല്ലാ വിഷയങ്ങളിലും സ്വയം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതിനുള്ള സൗകര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ക്ലാസ് റൂമുകളിലും. ക്ലാസ് റൂം വേണോ എന്നുള്ളതിന് സംശയമുണ്ട് എനിക്ക്. അത് കുഞ്ഞുങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളും അധ്യാപകനും കൂടി തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ വലിയ നല്ല ക്ലാസ് റൂം ഉണ്ടാക്കി അതൊക്കെ ഏറ്റവും നന്നായിട്ട് പെയിൻ്റ് അടിച്ചു, അതേപോലെ നല്ല ടൈൽസ് ഒട്ടിച്ചു, എയർ കണ്ടീഷൻ ചെയ്തു, അതുകൊണ്ടൊന്നും ഈ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് അതുകൊണ്ടൊന്നും ഒരു ഭക്ഷണം കിട്ടില്ല. മസ്തിഷ്കത്തിനുള്ള ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ കാലത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ ആന്തരികമായ ചോദനകളുടെ ഉത്സവമാവട്ടെ നമ്മളെ വിദ്യാഭ്യാസം. അങ്ങനെയുള്ള ഈ വിദ്യാഭ്യാസം ആ രീതിയിൽ ഇതിനെ നമ്മൾ പൊളിച്ചടുക്കി പുനഃസൃഷ്ടിക്കുകയാണെങ്കിൽ, ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചൈന എന്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ രീതി പുതുതായി തുടങ്ങാൻ കഴിഞ്ഞു, അതേപോലെ നമുക്ക് ഇപ്പോൾ ഉള്ളതൊക്കെ വലിച്ചെറിഞ്ഞ് അവരൊക്കെ പിരിച്ചുവിട്ട് രണ്ടാമത് ഒരു വിദ്യാഭ്യാസ രീതി, ഇനി അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, ഇങ്ങനെ ഒരു പാരലായിട്ടെങ്കിലും നല്ല സമർത്ഥരായ അധ്യാപകർക്ക് അവർക്ക് ഒരു 10-50 കുട്ടികളെ കൊടുത്ത് അവർ ചെയ്യട്ടെ, അവർക്ക് ഇപ്പോഴുള്ള കൂലി കൊടുത്താൽ മതി. പക്ഷേ കുട്ടികൾ എത്ര കണ്ട് ഉന്നത നിലവാരത്തിൽ നിന്നും അതിനനുസരിച്ച് ഒരു വരുമാനം, അതിൻ്റെ ഒരു പ്രതിഫലം ആ മനുഷ്യന്, ആ അധ്യാപകന് ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണങ്ങളും കൂടെ ഉണ്ടാക്കിയാൽ ഒരു സംശയമില്ല, ലോകത്തിലെ ഏറ്റവും നല്ല ഗുരുവര്യന്മാർ നമ്മളെ രാജ്യത്തുണ്ടാവും, ഈ ഇന്ത്യ രാജ്യത്ത്, ഈ കേരളത്തിലുണ്ടാവും. അങ്ങനെയുള്ള ബാക്കിയുള്ള കുട്ടികൾ ഇപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട്
എന്ത് പറഞ്ഞാലും കേൾക്കില്ല, പഠിക്കില്ല, അങ്ങനെയുള്ളവരെ ഈ ഈ ഈ പൊതുവിദ്യാഭ്യാസത്തിൽ വിട്ടോളൂ. അതല്ലാത്ത ഇങ്ങനെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്, അവിടെ ഏറ്റവും നന്നായിട്ട് മുന്നേറാൻ, ബുദ്ധിപരമായി മുന്നേറാൻ താല്പര്യമുള്ള കുട്ടികളെ മാത്രം ഇരുത്തിക്കൊണ്ട് ഒരു സ്കൂളെങ്കിലും തുടങ്ങും. എല്ലാ ജില്ലകളിലും ഒരു സ്കൂൾ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അത് ക്ലാസ് റൂം വ്യത്യാസമാക്കണ്ട, അല്ലെങ്കിൽ പിന്നെ വ്യത്യസ്ത ഒരേ യൂണിഫോം കുട്ടികളായിക്കോട്ടെ, ഇഷ്ടമുള്ള കുട്ടികളായിക്കോട്ടെ, അധ്യാപകന് വിവരം ഉണ്ടാവണം, അധ്യാപകന് അതിനുള്ള തൃഷ്ണ ഉണ്ടാവണം. അതേ വേണ്ടുള്ളൂ എന്നർത്ഥം. അങ്ങനെ ഈ അതായത് ഞാൻ പറഞ്ഞത് LKG-യിലായിക്കോട്ടെ, 1-ാം ക്ലാസ്സിലായിക്കോട്ടെ, ലോവർ പ്രൈമറിയിലായിക്കോട്ടെ, അവിടെ പഠിപ്പിക്കുന്ന ഏറ്റവും അത് കഴിവുള്ള ആളാണ്. എൻ്റെ അഭിപ്രായത്തിൽ PhD-കാരൻ തന്നെ വന്നോട്ടെ, അയാൾക്ക് ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞുങ്ങളെ ഉയർത്താൻ കഴിഞ്ഞാൽ അയാൾക്ക് ലാഭം. അങ്ങനെ അയാൾക്കും ലാഭിക്കാം, ഈ കുട്ടിയുടെ കുടുംബത്തിനും ലാഭിക്കാം, അതേപോലെ ഈ സമൂഹത്തിനും ലാഭിക്കാം. അങ്ങനെ ഈ സമൂഹം ഒന്നായിട്ട് ഒരു റോക്കറ്റ് പോലെ മുന്നോട്ട് കുതിക്കാൻ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തിലും മറ്റെല്ലാ രംഗങ്ങളിലും, ആത്മീയ രംഗത്തും, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പിരിച്വലായിട്ടുള്ള ഒരവസ്ഥ ഉള്ള രാജ്യമായിരുന്നു ഇന്ത്യ. ആ രംഗത്തിൽ പോലും നമുക്ക് ഉയരാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത്, ഈ പൊളിച്ചെഴുത്താൻ നിങ്ങൾക്ക് ഭയമുണ്ട്, ഈ വിദ്യാഭ്യാസത്തെ തൊടാൻ ഭയമുണ്ടെങ്കിൽ വേണ്ട, അതിന് വേണ്ട. കുറച്ച് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്, അതായത് ഓരോ അധ്യാപകരെ തിരഞ്ഞെടുക്കുക. ആ അധ്യാപകന് വേറെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ അല്ലെങ്കിൽ പിന്നെ മേൽനോട്ടോ വേണ്ട. അയാളെ കുട്ടികളെ വേണമെങ്കിൽ ഒന്ന് ആ മാസത്തിലൊരിക്കൽ നിങ്ങൾ പരിശോധിച്ചോളൂ. നമ്മൾ വിചാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് വളർച്ചയും വികാസവും ഇല്ലെങ്കിൽ അയാളെ പിരിച്ചു വിട്ടോളൂ. മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞ് പഠിച്ചാൽ മാത്രമേ ശമ്പളം കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ എന്തായി, കുറേ പരീക്ഷ എഴുതിയെന്നോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ പിന്നെ ടേം എക്സാമിനേഷനും അല്ലെങ്കിൽ ആനുവൽ എക്സാമിനേഷനും നടത്തിയാൽ മതി, കുട്ടിക്ക് വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥ കൊണ്ട് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ നന്നായിക്കൊള്ളണം. അതൊക്കെ നടക്കും. എന്തിന്? ഒരു പ്രജാവിദ്യാഭ്യാസത്തിൽ അതൊക്കെ നടക്കും. കാരണം അവിടെ യഥാർത്ഥത്തിൽ കുഞ്ഞ് നന്നാവുക, കുഞ്ഞിൻ്റെ മാനസികമായ അല്ലെങ്കിൽ വൈജ്ഞാനികമായ അല്ലെങ്കിൽ ഭൗതികമായ വികാസമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ അനുസരണശീലം, യജമാന ഭക്തി അതെന്തായാലും ഉണ്ടായിക്കോളും. കാരണം ഈ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ അനങ്ങാനും തിരിയാനും മറിയാനും ചിരിക്കാനും മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ കക്കൂസ് പോകാനോ ഇതിലോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഇതിനൊന്നും അവസരമില്ലാത്ത ജയിലാക്കിയ അവിടെ ഇരിക്കുന്ന ഏതൊരു കുഞ്ഞാ അങ്ങനെ അല്ലാതാവുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഈ വിദ്യാഭ്യാസത്തിൽ ഒരു വിപ്ലവം, അതായത് വേറൊന്നും വേണ്ട, ഒരു ക്രൂസിബിൾ എന്ന നിലക്ക്, ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക്, ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലക്ക് ഒരു അധ്യാപകനെങ്കിലും അതിന് സ്വതന്ത്രനാക്കി നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ള, അതായത് ഇയാളൊരിക്കലും കള്ളത്തരം കാണിക്കില്ല, അയാളൊരിക്കലും മിണ്ടാതിരിക്കില്ല, പിന്നെ അയാളെ ഡ്യൂട്ടി ചെയ്യാതിരിക്കില്ല എന്ന് പൂർണ്ണമായും ഉറപ്പുള്ള ഒരധ്യാപകനെങ്കിലും അങ്ങനെ ചെയ്തു നോക്കൂ. എന്നാൽ ആ കുഞ്ഞുങ്ങൾ എത്ര വേഗമാണ് ഉയർന്നു കാണാം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മഹത്വവും അതിൻ്റെ സാധ്യതകളും നമ്മൾ മുമ്പിൽ. അങ്ങനെ എത്ര കണ്ട് മനുഷ്യ മസ്തിഷ്കം ഉണ്ടോ അത്ര കണ്ട് അതിൻ്റെ സിനർജി, ആ സിനർജി തന്നെ എന്ന് പറയാം, ആ കൂട്ടുശക്തി, ഈ കൂട്ടായ്മ കൊണ്ടുണ്ടാകുന്ന ആ ശക്തി, അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബൗദ്ധികമായ സിനർജി ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഇന്ത്യക്കാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അങ്ങനെ ഒരു അതിലും വലിയ ഒരു ഘടകം, വികസനത്തിനുള്ള ഘടകമില്ല. ഒരു എയും ഒരു ചുക്കും അതിൻ്റെ അടുത്തെത്തില്ല എന്നുള്ളത് ഓർക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.